നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ ജോഷിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ വൻ കവർച്ച നടന്നത്. അതിനുശേഷം പോലീസ് വലിയ രീതിയിൽ തന്നെ പ്രതിയെ പിടികൂടാനുള്ള ഓട്ടത്തിലായിരുന്നു. ഇപ്പോഴിതാ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ഇർഷാദാണ് പിടിയിലായിട്ടുള്ളത്. കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. ഇന്നലെ പുലർച്ചെ നടത്തിയ മോഷണത്തിന് ശേഷം മടങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാറിലാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഉടുപ്പിയിൽ പിടിയിലായത്. വാഹനത്തിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പോലീസ് കർണാടക പോലീസിനെ കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി പിടിയിലായത്. ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണ വജ്രാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ അധികം വൈകാതെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് വിവരം. പ്രതി വലയിലായ വിവരം അറിഞ്ഞ് കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഉടുപ്പിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇയാൾ മുംബൈയിൽ നിന്ന് ഒറ്റയ്ക്ക് കാർ ഓടിച്ച് കൊച്ചിയിലെത്തിയാണ് ഈ വലിയ രീതിയിലുള്ള മോഷണം നടത്തിയതെന്നാണ് സൂചന. ജോഷിയുടെ വീടിനെ കുറിച്ച് ഉൾപ്പെടെ ഇയാൾക്ക് വിവരം ലഭിക്കാൻ തക്കവിധത്തിൽ പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇന്നലെ പുലർച്ചെ നടന്ന മോഷണത്തിൽ 1 കോടിയിലേറെ വിലമതിക്കുന്ന സ്വർണ്ണ വജ്രാഭരണങ്ങളാണ് പ്രതി കവർന്നിട്ടുണ്ടായിരുന്നത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. സൗത്ത് പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. പനമ്പള്ളി നഗറിലെ 10B ക്രോസ് റെഡ് സ്ട്രീറ്റ് ബിയിലെ അഭിലാഷത്തിലാണ് ഇന്നലെ രാത്രി 1:30ക്കും 2:00നും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വീടിന്റെ പിൻഭാഗത്തു കൂടി എത്തി അടുക്കളയുടെ ജനൽ തുറന്നാണ് മോഷ്ടാവ് ഉള്ളിൽ കയറിയത്. വീടിന്റെ മുകൾ നിലയിലെ വടക്ക് കിഴക്കേ വശത്തുള്ള കിടപ്പുമുറിയിലെ അലമാര കുത്തിപ്പൊളിച്ച് ഒരു സെറ്റ് വജ്ര നെക്ലേസ്, 10 വജ്രമോതിരങ്ങൾ, 12 വജ്ര കമ്മലുകൾ, 2 സ്വർണ്ണ മോതിരം, 10 സ്വർണ്ണമാലകൾ, 10 സ്വർണ്ണവള, 10 വാച്ചുകൾ എന്നിവയാണ് കവർന്നത്. ജോഷിയുടെ മകനും സംവിധായകനുമായ അഭിലാഷിന്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് കവർന്നത്. രാവിലെ 5:30യോടെ ജോഷിയുടെ ഭാര്യ സിന്ധു ഉണർന്ന് അടുക്കളയിലെത്തിയപ്പോഴാണ് ഇത്രയും വലിയൊരു മോഷണ വിവരം നടന്നിട്ടുള്ളതായി അറിഞ്ഞത്. മോഷണം നടക്കുമ്പോൾ അഭിലാഷ് വീട്ടിലുണ്ടായിരുന്നില്ല. ജോഷി, മരുമകൾ വർഷ, 3 പേരക്കുട്ടികൾ, അടുത്ത ബന്ധുവിന്റെ മക്കൾ എന്നിവർ വീട്ടിലുണ്ടായിരുന്നു. തൊപ്പി ധരിച്ചെത്തിയ മോഷ്ടാവ് ജനലിന് സമീപത്ത് എത്തുന്നതും ജനൽ തുറക്കുന്നതുമായ ദൃശ്യങ്ങളാണ് CCTVയിൽ നിന്ന് പോലീസിന് ലഭിച്ചത്. ഇതിനുശേഷമുള്ള ദൃശ്യങ്ങൾ ലഭിക്കാത്തത് മോഷ്ടാവ് CCTV ക്യാമറകൾ മറുവശത്തേക്ക് തിരിച്ചു വെച്ചതിനാലാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കയ്യുറ ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത്. ഡോഗ് സ്ക്വാഡ് ഫിംഗർ പ്രിന്റും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ജോഷിയുടെ മകൻ അഭിലാഷ് ടോമിയുടെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും മണിക്കൂറുകൾക്കകം തന്നെയാണ് കേരള പോലീസ് പ്രതിയെ പിടികൂടിയത്.